തേനികള ഹാർഡ്വെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ചെയ്യുന്നത് ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനറാണ്. നമ്മളെല്ലാവരും വെറുതെ കഷ്ടപ്പെടുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റൂം നല്ല നമ്മൾ അടിച്ചു വാരുന്നതിനേക്കാളും 100% വൃത്തിയോട് കൂടിയിട്ട് അടിച്ചു വരുന്ന ഒരു മെഷീനാണ്. ഇതുണ്ടെങ്കിൽ ഒരു പോയിന്റ് പോലും, ഒരു പൊടി പോലും ഇതിന്റെ ബാക്ക് സൈഡിൽ ഇത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇത് ഈ പോർഷനിലാണ് പൊടിയെല്ലാം കളക്റ്റാവുന്നത്. ഇപ്പം എല്ലാവരും അത് കണ്ടാൽ അറിയാം, ഇതിനകത്ത് നിറച്ച് പൊടിയാണ്. ഇത് പൊടീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്തരീക്ഷത്തിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള പൊടികളാണ് ഇതിനകത്ത് പിടിക്കുന്നത്. നമ്മൾ ചൂല് വെച്ച് അടിച്ചു വാരിയാൽ നമ്മൾ അടിച്ചു വാരുമ്പോൾ പറന്ന് പോകാൻ ചാൻസ് ഉള്ള പൊടികളൊന്നും ഇതിനകത്ത് പറന്നു പോകില്ല, ഇതിനകത്ത് കളക്ട് ആയിക്കോളും. അത് മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ സാധനമാണ് പൊടി ഇതിലേക്ക് ഉള്ളിലേക്ക് അടിച്ചു വരുന്നത്. ഇപ്പം ഇതിനകത്ത് കണ്ടില്ല, എല്ലാവരും കണ്ട ഈ മുടി ഉണ്ടാവും. അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓണാക്കി വെച്ചായിരുന്നു. ഇപ്പോൾ ഈ മുടി നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം. ഒരു ദിവസം പോലും നമ്മൾ ഡിലേ ഇല്ലാണ്ട് ഇത് ഒറ്റ പ്രാവശ്യം ക്ലീൻ ചെയ്താൽ മതി. ഇത് ഈ മുടികൾ മാത്രം എടുത്ത് കളയണം. മുടി എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ മുടി പെട്ടെന്ന് ഹീറ്റാവും. എനിക്കറിയില്ലായിരുന്നു, ഒരു കൈ തൊട്ടാൽ കൈ പൊള്ളുന്ന അത്ര ഹീറ്റിൽ മുടി തമ്മിൽ ഉരച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കും. അപ്പോൾ ഈ സാധനം ഡെയിലി എടുത്ത് ക്ലീൻ ചെയ്യണം. അതേപോലെ ഇത് വല്ലപ്പോഴും, ഈ ഭാഗങ്ങൾ വല്ലപ്പോഴും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഇവിടെയുള്ള മുടികൾ ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ച് ജസ്റ്റ്, ഇതിപ്പോൾ ഈ ഡീബോട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിങ്ങനെ ജസ്റ്റ് പൊക്കിയാൽ മതി. ഇതിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് അങ്ങ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ ഇത് ഇങ്ങനെ വെക്കണം. പിന്നെ ഉള്ളത് ഈ സാധനമാണ്. ഇത് നമുക്ക് ലാസ്റ്റ് വെള്ളം നനയ്ക്കാനും തുടയ്ക്കാനും മോപ്പായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്, ഈ കമ്പനി ഇങ്ങനെയാണ്, ഓരോ കമ്പനിക്കും ഓരോ രീതിയിലാണ്. ഇതിങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വെൽക്രോ ആണ് വരുന്നത്. ഇതങ്ങ് ക്ലീൻ ചെയ്തിട്ട് ഇത് നല്ലോണം ക്ലീൻ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം നിറയ്ക്കണം. വെള്ളം ഡെയിലി തീരുന്നതിനനുസരിച്ച് വെള്ളവും നിറയ്ക്കണം. പിന്നെ ഇതിന് സെൻസേഴ്സ് ഉണ്ട്. ഏത് ഭാഗത്ത് ഇടിച്ചാലും ഒരു കുഴപ്പമില്ല, അത് റിട്ടേൺ പോയിക്കോളും. അതേപോലെ സ്റ്റെയറിന് നിലത്തേക്ക് വീഴൊന്നുമില്ല ഇതിനകത്ത്. അതിനുള്ള എല്ലാ സെൻസേഴ്സും ഉണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. ഇതിപ്പോ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്, വീടിന്റെ ഏത് ഭാഗമെന്നുള്ളത് ഒന്ന് ലൊക്കേറ്റ് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരടിച്ചു വാരിയാലും ഇത് അടിച്ചു വാരുന്ന അത്ര ക്ലീനിൽ അടിച്ചു വരാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് അടിച്ചു വാരുന്നതും അതിൻ്റെ ഒപ്പം തന്നെ മോപ്പിങ്ങും എല്ലാം കൂടി ഉണ്ട്. ഒരു പൊടി അന്തരീക്ഷത്തിലേക്ക് പറക്കാൻ പറ്റില്ല. പറക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരും ഇതിപ്പോൾ എല്ലാവർക്കും കണ്ടാൽ കട്ടിലിൻ്റെ അടിയിലേക്കൊക്കെ നേരെ പോകുന്നുണ്ട്. കട്ടിലിൻ്റെ അടിയിലൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വരും. അപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ നമ്മൾ ചൂലിട്ടിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ്, ഡീബോർഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. പിന്നെ സെൽഫ് ക്ലീനിങ് എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഈ റോബോട്ട് ഓട്ടോമാറ്റിക് പോയിട്ട് ക്ലീനായിട്ട് ഡസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു പോർഷനും കൂടി ഉണ്ടാവും വരുന്നുണ്ട്. പക്ഷെ അത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്തായാലും നമ്മൾ ഇതിനകത്ത് ക്ലീൻ ചെയ്യണം. ഡെയിലി ഇത് ഒരു പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യണം. പക്ഷെ നമുക്കൊരു 1 മിനിറ്റ് മതി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് ക്ലീൻ ചെയ്യണം. അപ്പോൾ മറ്റേ ഫെസിലിറ്റി ഉള്ളതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിന്റെ സെൽഫ് ചാർജിങ് ആണ്. ഓട്ടോമാറ്റിക് ചാർജ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ചാർജറിലേക്ക് തന്നെ വന്ന് നിന്നോളും ചാർജ് തീരുമ്പോൾ. അതേപോലെ ഈ റൂം ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോഴും ഇത് ഓട്ടോമാറ്റിക്, ഇത് ഓണാക്കി ഇട്ടാൽ മാത്രമാണ് അതിലേക്ക് വരുള്ളൂ. റൂം ക്ലീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിലേക്ക് വരും. അതേപോലെ ചാർജ് തീർന്നാൽ ഇതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമുക്കിതിനകത്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയതായിട്ടുള്ള ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തത്ര വലുപ്പത്തിലുള്ള സാധനങ്ങളൊന്നും ഈ റൂമിൽ ഇല്ലാണ്ടിരിക്കുക. അതായത് മാറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റ് ജസ്റ്റ്, ചെറിയ തുണി പോലത്തെ മാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. പിന്നെ ടോയ്സ്, പിള്ളേരുടെ ടോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ വലുതായിട്ടുള്ള കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ഇത് ഇടാനെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കണം. പക്ഷെ ഡെയിലി ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് വാങ്ങിച്ചാൽ മതി. ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നാശമായി പോകും. അതേപോലെ ഉപയോഗിക്കാണ്ട് വെച്ചാൽ ഇതിന്റെ ബോർഡ് അടിച്ചു പോകും. ഞാൻ ഇതിനു മുമ്പ് ഐബൽ എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു ഉപയോഗിക്കേണ്ടിരുന്നത്. അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ വില കുറവായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഇതിന് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ പാർട്ടുകളിലും നമ്മൾ ബാക്കിൽ കാണുന്ന മോപ്പെല്ലാം ഊരി പോവായിരുന്നു മറ്റേ ഐബലില്. പക്ഷെ ഇതിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബിഗ് ബില്യൺ ഡേക്ക് ഓഫറിന് വാങ്ങിച്ചതാണ്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. കാരണം ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ്.